മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. എന്നും ഞാൻ നിങ്ങളോട് പറയാറുള്ളൊരു കാര്യം, കുറച്ച് പോയിന്റുകൾ കൂടി ചേർത്ത് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് സമർപ്പിക്കുന്നു. ധാരാളം വ്യക്തികൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള സ്പീച്ചസിന് കമൻ്റ് എഴുതാറുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, നന്ദി പറയാറുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. ദീർഘായുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയാറുണ്ട്. എൻ്റെ കൂട്ടത്തിൽ 1, 2, 3 പേര് നല്ല കൺസ്ട്രക്റ്റീവായിട്ട് വിമർശിക്കാറുമുണ്ട്. 1, 2 പേരെങ്കിലും അവഹേളിക്കുന്ന രീതിയിൽ വിമർശിക്കാറുമുണ്ട്. ഇവരോട് എല്ലാവരോടും നിറഞ്ഞ ഹൃദയത്തോടുകൂടി നന്ദി പറയുന്നു. നിറഞ്ഞ ഹൃദയത്തോടുകൂടി നന്ദി പറയുന്നു. അത്രയും അധികം കമൻറ്റുകൾ വരുന്നുണ്ട്. 80, 90, 100 കമൻറ്റുകൾ ഫേസ്ബുക്കിൽ വരാറുണ്ട്. അതിനെല്ലാത്തിനും മറുപടി കൊടുക്കാനോ വായിക്കാനോ എനിക്ക് പറ്റാറില്ല. പിന്നെ വേറൊന്ന്, ഗോപാലകൃഷ്ണൻ IASH, ഡോക്ടർ ഗോപാലകൃഷ്ണൻ, ഡോക്ടർ N ഗോപാലകൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ നാരായണൻ, ഗോപാലകൃഷ്ണൻ IASH ഗ്ലോബല്, ഇങ്ങനെയുള്ള ധാരാളം പേരിൽ ഒത്തിരി ആൾക്കാർ ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ധന്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. വളരെ വളരെ സന്തോഷം തോന്നുന്ന വിധത്തിൽ അവർ പ്രവർത്തിക്കാറുണ്ട്. അവരുടെ അടുത്തും ഞാൻ ഇൻഡിവിജ്വലി നന്ദി പറയാറോ ഇതൊക്കെ വായിച്ചിട്ട് കമൻ്റ് ചെയ്യാറോ ഇല്ല. കാരണം അത്രയധികം വർക്കുണ്ട്. പ്രഭാഷണമുള്ള ദിവസങ്ങളിൽ, പ്രഭാഷണ യാത്രയ്ക്ക് പോകുമ്പോൾ ഉള്ള വർക്ക്, വീട്ടിലിരിക്കുകയാണെങ്കിൽ ധാരാളം സ്ഥലത്തേക്ക് ടെലിഫോണിൽ ക്ലാസ് എടുക്കാറുണ്ട്. നമ്മുടെ സ്കൂളിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനുണ്ട്, എഴുതാനുണ്ട്, വേദത്തിന് സ്വരം മാർക്ക് ചെയ്യാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതോടൊപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ചിലപ്പോൾ ക്ഷീണം കൊണ്ടോ അല്ലാതെയോ ഒരു 11 മണിക്കോ 10:30 മണിക്കോ കിടന്നുറങ്ങിയെന്ന് വരും. അപ്പോൾ കഴിയുന്നതും ചിലപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് പുറ സ്ഥലത്തു നിന്നൊക്കെ വളരെ വൈകി രാത്രിയിൽ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് അഹങ്കാരം കൊണ്ടോ വേറെ ഒന്നുകൊണ്ടുമല്ല. ഈ ശരീരം ഈ 2/3 ഭാഗം ജീവിതത്തിൻ്റെ കഴിഞ്ഞു. ഒത്തിരി അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷകരമായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തളരാറില്ല. എന്നാലും ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതല്ലേ താങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കുടുംബാംഗങ്ങളിൽ ഒരാൾക്ക് കുറച്ച് സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വരാറുണ്ട്. അത് പലപ്പോഴും രാവിലെ 7 മണിക്ക് പോയാൽ വൈകുന്നേരം 6 മണിക്കോ 5 മണിക്കൊക്കെ വരാൻ പറ്റാറുള്ളൂ. അത് ഇതിനിടയ്ക്ക് ഫിക്സ് ചെയ്യണം. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്കൂളുകളിൽ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും പബ്ലിക്കിനുമൊക്കെ വീട്ടിലിരുന്നുകൊണ്ട് ക്ലാസ് എടുക്കണം. ഇടയ്ക്ക് പുസ്തകം എഴുതുമ്പോൾ പ്രൂഫ് വരുമ്പോൾ അത് കറക്റ്റ് ചെയ്യണം. നമ്മുടെ കോർഡിനേറ്റേഴ്സിനും പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നവർക്കും പിന്നെ കലാപരമായിട്ട് ഭാരതീയ പൈതൃകം പഠിപ്പിക്കുന്നവർക്കൊക്കെ എല്ലാ മാസവും ഒരു 100 സർട്ടിഫിക്കറ്റ് എങ്കിലും അക്ഷരത്തെറ്റില്ലാതെ ഡിജിറ്റൽ പ്രിൻ്റ് എടുത്ത് അവർക്ക് കൊടുക്കണം. ഇതിനിടയ്ക്ക് പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യാനുള്ള ചാർട്ടുകൾ ശരിയാക്കണം. ഇതൊന്നും വലിയൊരു കാര്യമായിട്ട് ഞാൻ പറഞ്ഞതല്ല. പക്ഷേ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വളരെ കാഷ്വലായിട്ട് ചിലർ വിളിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാതെ വരിക. വളരെ വൈകിട്ട് ഫോണിലൂടെ വിളിച്ചാൽ ഉത്തരം പറയാൻ പറ്റാതെ വരിക. പിന്നെ നമ്മുടെ സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവർ 100% ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ കീഴിൽ ഏതാണ്ട് 60 സ്റ്റാഫുണ്ട്. ടീച്ചേഴ്സും ആയമാരും ബാക്കി എല്ലാവരും കൂടി ചേർത്ത് അവരെല്ലാം ഇത്രയും ധന്യമായി ജഗദീശ്വരൻ തന്ന ഒരു നിധി പോലെ ഈ നന്മയിൽ കൂട്ടത്തിലുണ്ട്. ഒരു പൊളിറ്റിക്സ് ഒന്നുമില്ലാതെ. ഇപ്പോൾ പകലാണെങ്കിൽ അവരെല്ലാം ടെലിഫോൺ എടുക്കാനും ചോദ്യങ്ങൾ ചോദിച്ചതിൽ ഉത്തരം കൊടുക്കാനൊക്കെ ഉണ്ടാവും.
രാത്രിയാകുമ്പോൾ അവരാരും ഉണ്ടാവില്ല. ഫോൺ ഞാൻ തന്നെ ആയിരിക്കും എടുക്കേണ്ടി വരിക. ഇതുകൂടാതെ ഇന്ത്യക്കകത്തും പുറത്തും ഡസൻ കണക്കെന്ന വാക്ക് പ്രയോഗം ശരിയല്ല, എന്നാലും ഞാൻ ഉപയോഗിക്കുന്നേ ഉള്ളൂ, നല്ല കോർഡിനേറ്റേഴ്സ് അവരുടെ ഊർജവും സമയവും അതുപോലെ സമ്പത്തും ഉപയോഗിച്ച് ധാരാളം പ്രവൃത്തി ചെയ്യാറുണ്ട്. അവരും എത്രയാ നിഷ്കാമകർമ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ പ്രവൃത്തിയാണ്. അങ്ങനെ ഉള്ള സഹകരണം ചെയ്യാറുണ്ട്. എന്നാലും നമുക്ക് തെറ്റുപറ്റാറുണ്ട്. ഉദാഹരണമായിട്ട് 3 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരു സ്പീച്ചിൽ ഞാൻ സാധാരണഗതിയിൽ സ്പീച്ച് കൊടുക്കുമ്പോൾ F5 അമർത്തും. അതിൻ്റെ അടുത്ത് ഒരു സൗണ്ട് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അത് അമർത്തിയാൽ കീ എന്ന് പറഞ്ഞ് സൗണ്ട് കൊടുത്താൽ സൗണ്ട് വന്നാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. F6 അമർത്തിയാൽ പോസാണ്, ജനറലി പോസ് ചെയ്യാറില്ല. F7 അമർത്തിയാൽ സ്റ്റോപ്പാണ്. പക്ഷെ ചിലപ്പോൾ F7 അമർത്തിയാൽ ഈ കമ്പ്യൂട്ടർ അതെടുക്കില്ല. അങ്ങനെ എടുക്കാതെ വരുമ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്ത് അടുത്ത വിഷയത്തിലേക്ക് കയറുമ്പോൾ ഉള്ള ഗ്യാപ്പ് ചിലപ്പോൾ റെക്കോർഡിംഗ് നടന്നുകൊണ്ടേയിരിക്കും, സ്റ്റോപ്പ് എന്നുള്ളത് എടുക്കാത്തത് കൊണ്ട്. അങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. മിനിഞ്ഞാന്ന് സംഭവിച്ചു. പിന്നെ മിനിഞ്ഞാന്ന് സംഭവിച്ച ജോഷി, AK ജോഷി തുടങ്ങിയ ആൾക്കാർ ഉടനെ എന്നെ അറിയിച്ചു. 24 മണിക്കൂറിന് ശേഷമാണ് അറിയിച്ചു, സാർ ഇങ്ങനെ ഒരെണ്ണുണ്ട്, എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാവൂ. സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ടും സാറ് തലമുടി കൈകൊണ്ട് ഒതുക്കുന്നതും മുഖം തുടയ്ക്കുന്നതും അങ്ങനെയുള്ളതെല്ലാം 1 മിനിറ്റോളം വന്നിട്ടുണ്ട്. 13 മിനിറ്റുള്ള പ്രഭാഷണത്തിൽ 1 മിനിറ്റ് ഇത് വന്നിട്ടുണ്ട്. അത് വളരെ രസകരമല്ലാത്തതായിട്ട് തോന്നുന്നു. കട്ട് ചെയ്തിട്ടേ അപ്ലോഡ് ചെയ്യാവൂ. ഇനി മുതൽക്ക് കട്ട് ചെയ്തിട്ടേ അപ്ലോഡ് ചെയ്യുള്ളൂ, വളരെ ശ്രദ്ധിച്ചേ ചെയ്യാറുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കമൻറ്റ് വന്നത് ഒരു 100 അഭിനന്ദനം വരുന്നതിനേക്കാളും മഹത്വമേറിയതാണ്. കാരണം ഇനി ജീവിതം മുഴുവനും വളരെയധികം ശ്രദ്ധിച്ചിട്ടേ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സ്വതന്ത്രമായിട്ട് വിമർശിക്കാം, കുറ്റവും തെറ്റും ചൂണ്ടിക്കാണിക്കാം. നല്ലത് ചൂണ്ടിക്കാണിച്ചാലും ഇല്ലെങ്കിലും ഒരേപോലെയാണ്. ഇപ്പം ചിലർ യൂട്യൂബിൽ ഞാൻ 7 എണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും 7 എണ്ണത്തിൻ്റെ ചുവട്ടിലും പ്രണാമം 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 എന്ന് എഴുതാറുണ്ട്. ചിലപ്പോൾ വെരി ഗുഡ് എന്ന് എഴുതാറുണ്ട്, ഒരേ വാക്കുകൾ. അപ്പോൾ ശരിക്കും ഇതാരോ പറഞ്ഞ് എഴുതിക്കുന്ന മാതിരി ഒരു ഫീലിംഗ്. അതിൻ്റെ ആവശ്യമില്ല. നല്ലതാണെങ്കിലും വേണമെങ്കിൽ ഒരെണ്ണത്തിൽ അപ്ലോഡ് ചെയ്യുക, പിന്നെ ഒരെണ്ണത്തിൽ ചെയ്യുക, അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ശരിക്കും ഇപ്പം നമുക്ക് ആവശ്യം അഭിനന്ദനങ്ങളും അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ ആശീർവാദങ്ങളും അല്ല, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള സംവിധാനമാണ്. അത് അറ്റ് ദി ഏർലിയസ്റ്റ് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ സാധിക്കും. അഭിനന്ദിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ എത്ര അഭിനന്ദിച്ചാലും ഞാനായി തന്നെ നിലനിൽക്കും. എൻ്റെ ദൗത്യം ഞാൻ നിർവഹിച്ചുകൊണ്ടേയിരിക്കും. അതേപോലെ വേറൊന്നു കൂടിയുള്ളത് നിങ്ങൾക്കറിയാവുന്നതാണ്. ഞാൻ എവിടെയെങ്കിലും പ്രഭാഷണത്തിന് പോകുമ്പോൾ പലരും അടുത്ത് വന്ന് ഈ ഫോട്ടോ എടുക്കാറുണ്ട്, സെൽഫി എടുക്കാറുണ്ട്. പണ്ട് 1 കൊല്ലം മുമ്പ് വരെ ഞാൻ അനുവദിക്കാറില്ല. കാരണം എന്നെ പ്രൊജക്റ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞ് അനുവദിക്കാറില്ല. ഇപ്പോൾ കൂട്ടത്തിലുള്ളവർ പറഞ്ഞു അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് നിന്ന് കൊടുത്ത് 1 സെക്കൻഡ് വളരെയധികം എൻ്റർടൈൻ ചെയ്യേണ്ട, ആ വിഷയം ചർച്ചാ വിഷയമാക്കണ്ട, അത്യാവശ്യം എടുക്കണമെങ്കിൽ അവരെടുത്തോട്ടെ. അപ്പം ഞാൻ വെറുതെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന മാതിരിയല്ല, വെറുതെ നിന്ന് കൊടുക്കാറുണ്ട്. അങ്ങനെ ധാരാളം പേര് ഇപ്പോൾ എടുക്കുമ്പോൾ ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ കണ്ടു. ഭാരതീയ വിചാര കേന്ദ്രത്തിൽ ഞാൻ ക്ലാസ് എടുക്കുന്നതും അവിടുത്തെ സ്റ്റുഡൻസും ഞാൻ പലരുടെയും കൂട്ടത്തിൽ സംസാരിക്കുന്നതൊക്കെ പലരും ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആരൊക്കെയാണ് ഫോട്ടോ എടുക്കുന്നതെന്നോ ആരൊക്കെയാണോ അപ്ലോഡ് ചെയ്യുന്നതെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നോക്കാറുമില്ല. 99% നല്ലവരായിരിക്കും, അല്ലാത്തവരും ഉണ്ടാവുമോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. നാളെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഈ ഫോട്ടോ ഒക്കെ ചിലപ്പോൾ അതിൽ വന്നു എന്ന് വരും. അപ്പോഴും ഞാൻ ബോധേഡല്ല. കാരണം ഞാൻ ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്നെ പ്രൊജക്റ്റ് ചെയ്യാനോ എൻ്റെ ഫോട്ടോ വരാനോ അല്ല നിന്ന് കൊടുക്കുന്നത്. അവർ ഒന്ന് ഫോട്ടോ എടുത്തോട്ടെ സാറേ എന്ന് പറയുമ്പോൾ ഒന്ന് പറ്റില്ല എന്ന് പറയുന്ന അരോചകമായിട്ടുള്ള വാക്കുകൾ ഒഴിവാക്കാനാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത്രയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത് നിങ്ങളോട് എല്ലാവരോടും നമ്മുടെ രാഷ്ട്രത്തിൻ്റെയും നമ്മുടെ ധർമ്മത്തിൻ്റെയും
കാര്യങ്ങൾ ചെയ്യുന്നതിൽ പ്രോത്സാഹിപ്പിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിലെ അംഗങ്ങൾ, ഇസ്ലാമിക സമൂഹത്തിലെ അംഗങ്ങൾ, ഹൈന്ദവ സമൂഹത്തിലെ അംഗങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാർ, നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, അവരെല്ലാം സൈലൻ്റായിട്ടായിരുന്നതെങ്കിൽ എനിക്ക് ഈ പ്രഭാഷണം നടത്താൻ, ഈ ക്ലാസ് നടത്താനുള്ള വിഷയമേ കിട്ടില്ല. അവരെല്ലാവരും ഓരോ തരത്തിൽ ക്രിട്ടിസൈസ് ചെയ്യുകയും ചോദ്യം ചോദിക്കുകയും വിമർശിക്കുകയും എതിർക്കുകയും എല്ലാം ചെയ്യുന്ന പുണ്യം കൊണ്ടാണ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഒന്നില്ലെങ്കിൽ പഠിച്ച് അല്ലെങ്കിൽ പഠിച്ചത് ഓർമ്മിച്ച് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കാം. ഇപ്പോൾ ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിക്ക് നിലനിൽപ്പില്ല. ഞാൻ ഈ രാഷ്ട്രത്തിനും ഈ ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് വരില്ല. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. എന്തായാലും എല്ലാ പത്രക്കാരും, എല്ലാ മാസികക്കാരും, എല്ലാ TV ചാനലുകാരും ഇനിയും എഴുതുക എന്ന് പറയുന്ന മാതിരി അല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ചോദ്യത്തിനും നിങ്ങളുടെ കമൻറ്റിനും നിങ്ങളുടെ ക്രിട്ടിസിസത്തിനും വലിയൊരു റിസൾട്ട് ഉണ്ട്. അത് ഒന്ന് എന്നിൽ മാറ്റം ഉണ്ടാക്കുക, രണ്ട് പുതിയ പുതിയ വിഷയങ്ങളിലേക്ക് കടക്കാൻ സാധിക്കാം. ഇനിയും തുടരണം. പ്രണാമം, നമസ്കാരം.